ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് പീരിയോഡിക്കൽ ഓഡിറ്റ് ആണ്. കണ്ടിന്യൂസ് ഓഡിറ്റിങ്ങും പീരിയോഡിക്കൽ ഓഡിറ്റിങ്ങും എന്നുള്ള ടോപ്പിക്ക് തുടങ്ങി വെച്ചു. അതിൽ നമ്മൾ കണ്ടിന്യൂസ് ഓഡിറ്റ് പഠിച്ചു. ഇനി നെക്സ്റ്റ് പീരിയോഡിക്കൽ ഓഡിറ്റ് ആണ്. ആ പേരിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ തന്നെ ദ നെയിം ഇൻഡിക്കേറ്റ് ഈസ് carried out periodically, say quarterly or half yearly. ഇപ്പോൾ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ഒരു പീരീഡ്, ഫിക്സഡ് പീരീഡ് ആയിട്ട് ചെയ്യുന്ന ഓഡിറ്റിനെയാണ് പീരിയോഡിക്കൽ എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ എപ്പോൾ വേണമെങ്കിലും, ഇന്നലെ പറഞ്ഞു നമ്മൾ ആനുവൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ആനുവൽ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ, അതായത് ഇപ്പോൾ 1 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ കണക്കുകൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 1 മാസമായിട്ട് ചെയ്യാം, 2 മാസമായിട്ട് ചെയ്യാം. പക്ഷെ ഇതിലാണെങ്കിൽ ഒരു പീരിയഡ് പറയും. ക്വാർട്ടർലി ആണെങ്കിൽ ക്വാർട്ടർലി ആയിട്ട്, ഹാഫ് ഇയർലി ആണെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ട്. It is more useful in business enterprises where the transactions are limited and hence final accounts can be prepared immediately after the close of the year. ചെറിയ ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പീരിയോഡിക്കൽ ഓഡിറ്റുകൾ നടത്തിയാൽ മതി. അപ്പോൾ പീരിയോഡിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നോ ഡിസ്ലൊക്കേഷൻ ഓഫ് വർക്ക്. നമ്മൾ കണ്ടിന്യൂസ് ഓഡിറ്റിന് ഡിസ്ലൊക്കേഷൻ വരും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ അപ്പപ്പോൾ ചെയ്യുമ്പോൾ മറ്റൊരു സമയത്തെ വർക്കിനെ അത് ബാധിക്കും. ഇതാവുമ്പോൾ ഒരു 6 മാസത്തെ കണക്കെടുത്തു അല്ലെങ്കിൽ 3 മാസത്തെ കണക്കെടുത്തു, ആ കണക്ക് കഴിഞ്ഞാൽ അത് ഓഡിറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസ്ലൊക്കേഷൻ വരുന്നില്ല. ലെസ് എക്സ്പെൻസീവ് ആണ്, കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ് എന്നേ ഉള്ളൂ കേട്ടോ. ലോവർ മാനിപ്പുലേഷൻ ഓഫ് ഫിഗേഴ്സ് മാനിപ്പുലേഷൻ കുറവാണ്. കാരണം 6 മാസത്തേക്ക് കണക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് അത് അത്ര എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നു. എന്നാലും ഇത് പറഞ്ഞ പോലെ മാനിപ്പുലേഷൻസ് ഒക്കെ അവർ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും നമ്മളിങ്ങനെ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ സാധ്യത കുറവാണ് എന്ന് പറയുന്നത് മാത്രം. ഈസി കംപ്ലീഷൻ ഓഫ് വർക്ക്. എന്തുകൊണ്ടാ? കുറച്ച് സമയത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഫൈനൽ വർക്ക് എളുപ്പമായിരിക്കും. നോ മൊണോട്ടോണി ഓഫ് വർക്ക്. അതായത് ഫ്ലോ ഓഫ് ഓഡിറ്റ് വർക്ക് ക്യാൻ ബി പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് ഹെൻസ് ദ വർക്ക് ഡസ് നോട്ട് ബിക്കം മെക്കാനിക്കൽ ആൻഡ് മൊണോട്ടോണസ്. അപ്പൊ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് ഇത് മാനേജ് ചെയ്യും. ഫ്ലോ ഓഫ് ഓഡിറ്റ് വർക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യും, അറേഞ്ച് ചെയ്യും. അതുകൊണ്ട് അതൊരു മെക്കാനിക്കലായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ മൊണോട്ടോണസ് ആയിട്ട് വരുന്നില്ല. ഈസി ഷെഡ്യൂൾ ആയിരിക്കും. അതുപോലെ തന്നെ നോ അൺഡിസൈറബിൾ കൊളൂഷൻ. അതായത് there is no chance to establish a undesirable collusion between the auditor and the employee. അവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. കാരണം 6 മാസത്തെ കണക്കുകൾ കഴിഞ്ഞു, അത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ അവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ലല്ലോ. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഈസ് പോസിബിൾ, ഈസ് നോട്ട് പോസിബിൾ. ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഈസ് നോട്ട് പോസിബിൾ പറയുമ്പോൾ മറ്റേ നമ്മൾ മാസത്തെ, 1 മാസത്തെ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് 6 മാസത്തെ ആകുമ്പോൾ അത്യാവശ്യം കണക്കുകൾ ഉണ്ടാവുമല്ലോ ഫേമുകളെ സംബന്ധിച്ച് എന്നുള്ളതാണ്. ഡിഫിക്കൽറ്റി ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും 100% പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. ചെറിയ ചെറിയ ഡ്രോബാക്സ് ഉണ്ടാവും. അത് ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് എടുത്തു കാണിക്കുമ്പോൾ പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിന് പ്രയാസം. ഡിലേ ഇൻ പ്രസന്റേഷൻ ഓഫ് അക്കൗണ്ട്സ്. അതായത് കമ്പാരിറ്റീവ്ലി കണ്ടിന്യൂസ് ഓഡിറ്റിനെ അപേക്ഷിച്ച് പീരിയോഡിക് ഓഡിറ്റിനെ പ്രസന്റേഷന് റിപ്പോർട്ട് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട്, കുറച്ചും കൂടി ഡിലേ വരും. പിന്നെ നോട്ട് പ്രാക്ടിക്കൽ ഇൻ ലാർജ് ബിസിനസ് ഹൗസ്. ലാർജ് ബിസിനസ് ഹൗസിൽ ഇത് നടക്കില്ല. ഡിഫിക്കൽട്ടി, അതായത് പീരിയോഡിക്കൽ ഓഡിറ്റ് നടക്കില്ല. ലാർജ് ഓഡിറ്റ് ആകുമ്പോൾ, ലാർജ് ബിസിനസ് ഹൗസ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ഓഡിറ്റ് തന്നെയാണ് പോസിബിൾ ആവുള്ളൂ. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്, നോ അപ് ടു ഡേറ്റ് അക്കൗണ്ട്സ്. അപ്പൊ ഇത്രയും 6 ഡിഫിക്കൽട്ടീസ് ആണ് വരുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് ഓഡിറ്റ് ആൻഡ് പീരിയോഡിക്കൽ ഓഡിറ്റ് എന്ന്. അത് നിങ്ങളൊന്ന് നോക്കുക, ഇതിൽ ടെക്സ്റ്റിലുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റൂലോ.
അത് വെച്ച് ആ പോയിന്റ്സ് വെച്ച് എഴുതിയാലും മതി. അത് ടെക്സ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്യും. ഓക്കെ, താങ്ക് യു.